യേശുവിൽ പ്രിയപ്പെട്ടവരെ, വചനമനുസരിച്ച് ജീവിക്കാത്തവരോട് രണ്ട് സമീപനങ്ങൾ ഈശോ പുലർത്തുന്നതായി ഇന്നത്തെ വചനത്തിൽ പറയുന്നു. ആദ്യത്തെ കൂട്ടർ ഈശോയെ സ്വീകരിക്കുകയും ഈശോയുടെ വചനം സന്തോഷത്തോടെ കേൾക്കുകയും ചെയ്യുന്നവരാണ്. അതനുസരിച്ച് ജീവിക്കുവാനും അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ബലഹീനതയാൽ പ്രലോഭനങ്ങളിൽപ്പെട്ട് പലപ്പോഴും വചനം പാലിക്കാൻ പറ്റാതെ വരുന്നു. നഷ്ടപ്പെട്ടു പോയ നാണയം, വഴിതെറ്റിപ്പോയ ആട്, ധൂർത്തപുത്രൻ, പാപികൾ, ചുങ്കക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ്. അവരെയൊക്കെ കർത്താവ് വിധിക്കാതെ അവരെ രക്ഷിക്കുന്നു, അവരെ സ്വീകരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ഈശോയെയും ഈശോയുടെ വചനത്തെയും പരിപൂർണമായിട്ട് നിരസിക്കുന്നവരാണ്. ജനപ്രമാണികൾ, നിയമജ്ഞർ, പ്രീശർ, ഇവരൊക്കെ, അവർക്കൊക്കെ ഒരു വിധിയുണ്ട് എന്നാണ് ഈശോ പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യത്തെ കൂട്ടരാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ജീവിതത്തിലെ ചില നിമിഷങ്ങളിലെങ്കിലും തമ്പുരാനെ അറിയാതെങ്കിലും നിരസിക്കുന്നുണ്ടോ, ലോകസുഖങ്ങളുടെ പോകുമ്പോൾ നിരസിക്കുന്നുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നിരസിക്കുന്നുണ്ടെങ്കിലും നമുക്കും വിധിയുണ്ട് എന്ന് ചിന്തിക്കുക. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.